ഹലോ എവരിബഡി, ഞാൻ റീസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പാലക് ചിക്കൻ. ഇതിൽ ധാരാളം പ്രോട്ടീൻസും വിറ്റമിൻസും മിനറൽസും ഉണ്ട്. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് പാലക് ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചേരുവകൾ വേണമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാലക് ½ kg. പക്ഷേ ഈ ½ kgയിൽ 250 ഗ്രാം മാത്രമേ ഞാൻ ചിക്കന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. 2 പച്ചമുളക്, ഒരു കുറച്ച് മല്ലിയില. മല്ലിയില ഇഷ്ടമില്ലാത്തവർ മല്ലിയില ഇടണമെന്നില്ല. 1/2 കിലോ ചിക്കൻ, ഒരു വലിയ സവോള, ഒരു വലിയ ടൊമാറ്റോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ക്രീം. ഈ ക്രീം ഞാൻ ഇത് മുഴുവനോട് വെച്ചെന്നുള്ളൂ. ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ക്രീം മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. 2 ടേബിൾ സ്പൂൺ എണ്ണ, 3/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ ഞാനിത് മിക്സിയിൽ പാലക്കും ടൊമാറ്ററും ഒനിയനും അരച്ചിട്ട് വരാം. ഈ പാലക്കിൻ്റെ കൂടെ ഞാൻ മല്ലിയില ഇടുന്നതായിരിക്കും. മല്ലിയിലയും 2 പച്ചമുളകും. ഈ പാലക്കിൻ്റെ വെള്ളം സ്വല്പമുണ്ട്, അത് ഞാനങ്ങ് ഒഴിക്കുന്നു. ഇല്ലെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ 500 ഗ്രാം പാലക്ക് അരച്ചെടുത്തു. അതിലെ പകുതി ഇപ്പോൾ ചിക്കൻ്റെ കൂടെ ഉപയോഗിക്കും. ബാക്കി പകുതി ഞാൻ ഫ്രീസറിൽ വെച്ച് ആവശ്യമുള്ളപ്പം പനീർ ഉണ്ടാക്കാനായിട്ട്, പനീർ പാലക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. സവാള അരച്ചെടുത്തു, തക്കാളി അരച്ചെടുത്തു. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്ത് മസാല ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു. ചിക്കൻ സാധാരണ ഞാൻ ഹാഫ് ഫ്രൈ ചെയ്തിട്ടായിരുന്നു പാലക് ചിക്കന് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞാൻ വിചാരിച്ചു പാലക് ചിക്കൻ്റെ ഒരു ഹെൽത്തി വേർഷൻ ഇന്ന് ഉണ്ടാക്കാമെന്നോർത്ത് ഞാൻ ചിക്കൻ ഇന്ന് ഫ്രൈ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് അനദർ 2 ടേബിൾ സ്പൂൺ ഓയിൽ എനിക്ക് ഉപയോഗിക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ ഹെൽത്തി വേർഷൻ. എണ്ണ ചൂടായി. ഇതിലേക്ക് ഞാൻ ഈ സവാള ക്രഷ് ചെയ്ത് വെച്ചതിടുന്നു. ഇത് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നു. ഇത് എണ്ണ സെപ്പറേറ്റ് ആകുന്ന വരെ നമ്മൾ മിക്സ് ചെയ്യണം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു ചെറിയ പച്ച കളർ കാണാൻ സാധിക്കും. അത് നമ്മുടെ വെളുത്തുള്ളിയിലുള്ള സൾഫറും നമ്മൾ പേസ്റ്റിൽ ഉപയോഗിക്കുന്ന വിനീഗറും കൂടെയുള്ള റിയാക്ഷനും കൊണ്ടാണ്. അത് നമുക്ക് പേടിക്കാനൊന്നുമില്ല. സേഫായിട്ട് നമുക്ക് കളർ മാറിയാലും ഉപയോഗിക്കാം. ഓയിൽ സെപ്പറേറ്റായി. ഇതിലേക്ക് നമുക്കിനി മസാലകളെല്ലാം ഇടാം. സിമ്മിൽ വെക്കുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ജീരകപ്പൊടി നമുക്കിനി മിക്സ് ചെയ്യാം. ഈ മസാലയുടെ റോ സ്മെല്ലൊന്ന് പോകുന്നത് വരെ നമ്മളിന്ന് മിക്സ് ചെയ്യുന്നു. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തക്കാളി അരച്ച് വെച്ചത് ഒഴിക്കുന്നു. തക്കാളി ഞാൻ ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടില്ല. മീഡിയം ഫ്ലെയിമിലാക്കുന്നു. ഉപ്പിടുന്നു. ഉപ്പ് ഞാൻ 3/4 സ്പൂണോ ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മുടെ പാലക്കിൻ്റെ അകത്ത് നല്ല ഒരു എമൗണ്ട് സോഡിയം ഉണ്ട്. ഒരു 3 മിനിറ്റ് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം.
ഇനി ഇതൊരു 3 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അപ്പോഴത്തേനും ചിക്കൻ്റെ വെള്ളം ഇറങ്ങും. 3 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം. ചിക്കൻ്റെ വെള്ളം ഇറങ്ങി. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഇഡ്ഡലി കുക്കറിൽ ഈ പാലക്ക് സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ട് ആ കുക്കറിലുണ്ടായിരുന്ന വെള്ളമാണിത്. അത് ഞാൻ ഇങ്ങോട്ട് ഒഴിക്കുന്നു. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 to 15 മിനിറ്റ്സ് ഇരുന്ന് വേകണം. അത് ഇടയ്ക്ക് ഒന്ന് നമുക്ക് നോക്കാം. മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ഞാനിത് വെച്ചു. നമുക്കൊന്ന് നോക്കാം വെന്തോന്ന്. ഗ്രേവി നല്ല തിക്കായി. ഇത് വെന്തോന്ന് നമ്മളെങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചാൽ, വെന്ത് കഴിയുമ്പം ഈ ചിക്കൻ്റെ ലെഗ് എന്ന് ഇതിൻ്റെ ഫ്ലഷ് വെളിയിൽ വരാൻ തുടങ്ങും. ഇത് അതായത് ഇത് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാലക്കിടുന്നു. അരച്ച് വെച്ചിരിക്കുന്ന പാലക്ക്. ഈ പാലക്ക് ഞാൻ സ്റ്റീം ചെയ്താണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ 2 മിനിറ്റ് സ്റ്റീം ചെയ്തു ഇഡ്ഡലി പാത്രത്തിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തിളച്ച വെള്ളത്തിലിട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. പക്ഷേ അപ്പം വെള്ളത്തിലിട്ട് വേവിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ കുറച്ച് കുറയും. അതുകൊണ്ട് എപ്പോഴും സ്റ്റീം ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇത് വെറും 3 to 5 മിനിറ്റ്സ് കൂടുതൽ നമ്മൾ വേവിക്കരുത്. കാരണം നമ്മുടെ പാലക്കിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ പോകും. ലോ ഫ്ലെയിമിൽ നമുക്കിതൊരു 5 മിനിറ്റ്സ് വെക്കാം. 5 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം. ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ആണെങ്കിലും കറക്റ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രീം ഇടുന്നു. ഇത് ഹോം മെയ്ഡ് ക്രീമാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എരിവ് കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ടീസ്പൂൺ ഷുഗർ ഇതിൻ്റെ അകത്തിടാം. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ. കാരണം 2 പച്ചമുളക് അരച്ചതുകൊണ്ട് പച്ചമുളക് സ്പൈസി ആണെങ്കിൽ ചിലപ്പം എരിവിച്ചിരി കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളില്ലെങ്കിൽ പ്രശ്നമില്ല. കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇടാം. ഇതായിട്ടുണ്ട്. നമുക്കിതൊരു ഡിഷിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ പാലക് ചിക്കൻ ഈസ് റെഡി. ഞാൻ ഇതിൻ്റെ പുറത്ത് ഒരു സ്വല്പം ക്രീം കൂടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.